മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഏയ്, വാട്ട് ഹാപ്പൻസ്? ഒന്നുമില്ല അശോക്. ഇറ്റ്സ് നത്തിങ്. ദെൻ വൈ ആർ യു സോ ടെൻസ്? ഏയ്, എനിക്കെന്ത് ടെൻഷൻ? അശോകിന് തോന്നിയതാ. എനിക്കെന്തോ ഫുഡ് കഴിക്കാൻ തോന്നില്ല അശോക്. ചിണുങ്ങി പറയുന്നവരുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവം നോക്കുന്നവൻ. കഴിക്ക്. നീ കഴിക്കാതിരുന്നാലേ എൻ്റെ ജൂനിയർ പരാതി പറയുന്ന എന്നോടായിരിക്കും. സോ ഒരു എക്സ്ക്യൂസും പറയാതെ കഴിക്കേ. ഒരു വിധത്തിൽ ആ ശോക വീടുന്നില്ലെന്ന് കണ്ടതും ഒരുവിധം കുറച്ചൊക്കെ എങ്ങനെയൊക്കെയോ കഴിപ്പിച്ചു അവൾ. അതും അവൻ തന്നെയാണ് വാരിക്കൊടുത്ത്. എൻ്റെ നിധി, ദേ നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അവന് ഇപ്പം തന്നെ എന്തൊക്കെയോ സംശയമുണ്ട് നിന്റെ പെരുമാറ്റത്തിൽ. ദേ നിനക്കും അറിയാവുന്നല്ലേ സരസിൻ്റെ വേർപാട് അവനെ എത്തിച്ച് ഏത് അവസ്ഥയിലാണെന്ന്. ഇനിയും ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് അവനെക്കുറിച്ച് ചിന്തിച്ചും അവൻ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ മോൾ അവൻ്റെ അടുത്തേക്ക് ചെല്ല്. തൽക്കാലം ഇപ്പം കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ചെല്ല്. ഒന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞതും കൈകൾ പിണച്ചിട്ട് ഡോറിനടുത്ത് തങ്ങൾ നോക്കി നിൽക്കുന്ന അശോകിനെ കാണാൻ ഇരുവരും ഒരു പകപ്പോടെ മുഖത്തോട് മുഖം നോക്കി. ഗ്രാൻമയ്ക്കും എൻ്റെ ഭാര്യയ്ക്ക് എന്താ ഇത്ര സ്വകാര്യം? എനിക്കും കൂടെ കേൾക്കാൻ പറ്റുമോ ഗ്രാൻമ? നീ എന്താ അശോക് ഈ പറയുന്നത്? ഞങ്ങൾക്ക് എന്ത് സ്വകാര്യം? പിന്നെ രാവിലെ ഇവളുടെ അമ്മായി വിളിച്ച് ഇവളെ വളക്കാപ്പ് ചടങ്ങിന് കൂട്ടിക്കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ നിന്നെ വിട്ടിക്കുന്നോർത്ത് അവൾക്ക് ഇപ്പോഴേ വിഷമം. അശോക് ഇരുവരുടെയും മുഖത്തേക്കും നോക്കി. അതിന് ഇവളിവിടുന്ന് പോകുന്നുണ്ടെങ്കിലല്ലേ വിഷമിക്കേണ്ടത്? അമ്മായി എന്നല്ല, ആരും ഇവിടുന്ന് കൊണ്ടുപോയില്ല. അശോക് പറഞ്ഞു നിർത്തിയതും അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിധി. മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് അശോക് നിധിയെ തൻ്റെ ഇരുകയിലും പൊക്കിയെടുത്ത് നടന്നു. എൻ്റെ മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അത് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരുവാണെന്ന്. എനിക്ക് പറ്റില്ല ഈ പെട്ടിക്കട പോലുള്ള വീട്ടിൽ നിൽക്കാൻ. എൻ്റെ മോളെ, നിനക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോലും അമ്മ സമ്മതിച്ചില്ല. ഞങ്ങൾ നിന്നെ കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഞങ്ങൾ കൂടെ അവിടുന്ന് പടിയിറങ്ങേണ്ടി വരും. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ദേ കണ്ടോ, ആ പീറ പെണ്ണിന്റെ ഡ്രസ്സ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിൽ പറ എന്താ ഇനി വേണ്ട? സാഹുഗന്ധി, നീ പറയുന്നൊന്നും ഇപ്പൊ നടക്കില്ല. അതെന്താ അങ്ങനെ? ദേ, നീ ഇങ്ങനെ ദേഷ്യവും ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇതെല്ലാം ഞങ്ങൾ കാരണമൊന്നുമല്ല ഇങ്ങനെ ആയത്, അതുകൂടെ ഓർക്കണം നീ. അപ്പൊ ഞാനിവിടെ കിടന്ന് അരികിക്കട്ടെ എന്നല്ലേ അമ്മ പറയുന്നത്? അങ്ങനെയല്ല മോളെ, കുറച്ചു ദിവസം കൂടെ മോള് ക്ഷമയോടെ കാത്തിരിക്കുക. എന്തിനാ കുറച്ചു ദിവസമൊക്കെ? ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കൂടാ അമ്മായിയമ്മേ. പുറകിൽ നിന്ന് അരുണിന്റെ ശബ്ദം കേട്ടതും ഇരുവരും തിരിഞ്ഞു നോക്കി. അരുണിനെ കണ്ട് മാലിനി ദേഷ്യത്തോടെ അവനെ നോക്കി കണ്ണുരുട്ടി. ആരാടാ നിന്റെ അമ്മായിയമ്മ? അതറിയില്ലേ, ദേ നിൽക്കുന്ന എന്റെ മുമ്പിൽ. ഞാൻ നിന്റെ അമ്മായിയമ്മയൊന്നുമല്ല. എന്നാ പിന്നെ ഇവള് നിങ്ങളുടെ മകളായിരിക്കില്ല അല്ലേ? അധികം കിടന്ന് തിളക്കേണ്ട നീ ഒറ്റൊരുത്തം കാരണ എന്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആയത്. അയ്യോ, അങ്ങനെ അല്ല അമ്മായിയമ്മേ. ഇത് എന്റെ അമ്മ പറയുന്ന ഡയലോഗല്ലേ. ദേ, ഈ നിൽക്കുന്ന സൽപുത്രി കാരണം എന്റെ ജീവിതമല്ലേ പോയത്. അധികം കൊണക്കാതെ ദേ അവിടെ ഫുഡൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, വന്ന് വാരി കഴിക്ക്. എനിക്കൊന്നും വേണ്ട നിന്റെ ഫുഡ്. എന്നാ അങ്ങനെ കേട്ടോ, നിങ്ങൾ കഴിക്കണ്ട. അങ്ങോട്ടൊന്നും എല്ലാവർക്കും വിളമ്പി കൊടുക്കുക. എനിക്കൊന്നും വേണ്ട. അതിന് നിന്നോട് അവിടെ പോയി കഴിക്കാനല്ല പറഞ്ഞ, ചെന്ന് വിളമ്പി കൊടുക്കാനാ. നീ എന്താ വലിയ ആളാവാൻ നോക്കുവാണോ? എന്റെ മോൾക്കണം തന്നെ വിളമ്പിക്കണം നിനക്കല്ലേ, അത് എന്റെ മുമ്പിൽ വെച്ച്. അരുൺ വീറോടെ പറയുന്ന മാലിനിയെ നോക്കി പതിയും തിരിഞ്ഞു. മാലിനി അവനെ നോക്കി ഒരു വിജയച്ചിരിയോടെ സാഹുഗന്ധിയെ നോക്കി. അവൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും കിട്ടിയടിയിൽ സാഹുഗന്ധി തൊട്ടടുത്ത ബെഡിലേക്ക് മറിഞ്ഞു. അയ്യോ മോളെ! ദേ, അമ്മയും മോളൊക്കെ അങ്ങ് കൊട്ടാരത്തില്. ഇത് എന്റെ വീട്, എന്റെ ഭാര്യ. ഈ കഴുത്തിൽ കെട്ടിയത് വെറൊരു മഞ്ഞച്ചേട്ടാണെന്ന് കരുതിയോ നീ? ചെലടി അങ്ങോട്ട്. സാഹുഗന്ധി കറങ്ങിയ മിഴികളോട് അരുണിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും. ഒന്ന് നിന്നേ. സാഹുഗന്ധി തന്റെ കവിൾ പൊതിഞ്ഞു പിടിച്ചോട് തിരിഞ്ഞു നോക്കി. മാലിനിയെ നോക്കിക്കൊണ്ട് അവിടെ മറ്റേ കവിളിൽ ആഞ്ഞടിച്ചു. ഇതെന്തിനാണെന്ന് അറിയാം നിനക്ക്? ഈ തള്ളക്കൊരു വിചാരമുണ്ട് അവരെന്തോ ഒരു വലിയ സംഭവമാണെന്ന്. ദേ, ഇവിടെ വന്നും ഫോൺ ചെയ്തും വല്ല തലതെറിച്ച ബുദ്ധി മോൾക്ക് കുത്തിക്കൊടുത്താ ഓർത്തു വെച്ചോ, ഇവളുടെ കവിള് പിന്നെ പാണ്ടിലോറി കയറി ഇറങ്ങി പോലെ ഉണ്ടാവും. ചെന്ന് എല്ലാവർക്കും വിളമ്പി കൊടുക്കടി. പറഞ്ഞുകൊണ്ട് അരുൺ ഇരുവരെയും നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും അവരെയൊക്കെ പുച്ഛിച്ച് കണ്ട ഭാവം പോലും കാണിച്ചില്ല. അരുൺ കഴിക്കാനായി ജോയിയുടെ ഹൃതികയുടെ അടുത്തായി ചെന്നിരുന്നു. ഭാർഗവി അവന്റെ അടുത്തായി അവൾക്കും പ്ലേറ്റ് വെച്ച് കൊടുത്തു. എല്ലാവരെയും നോക്കിക്കൊണ്ട് അവൾ അതിനടുത്തായിരുന്നു. അവൾ വീണ്ടും എണീറ്റ് എല്ലാവർക്കും വിളമ്പാനൊരുങ്ങിയതും ഭാർഗവി ആ പാത്രം അവളിൽ നിന്നും വാങ്ങി വെച്ചു. മോളിരിക്കെ, ഞാൻ വിളമ്പിത്തരാം. അതും പറഞ്ഞ് അരുണിനെ അവൾക്കുള്ളതും വിളമ്പി. മാലിനിയെ ഭാർഗവി പോയി വിളിച്ചെങ്കിലും അവർ കഴിക്കാൻ വന്നില്ല. അല്പനേരം കൂടെ എല്ലാവരും ഒത്ത് പരസ്പരം സംസാരിച്ച ശേഷമാണ് തിരികെ പോവാനൊരുങ്ങിയത്. തന്റെ മുമ്പിൽ വെച്ച് അവൾ അടിച്ചുകൊണ്ട് തന്നെ മാലിനിക്ക് അരുണിനോട് ദേഷ്യം ഇരട്ടിയായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയതും തൊട്ടടുത്ത് നിൽക്കുന്ന അരുണിമയെ തള്ളിമാറ്റി സൗഗന്ധി അകത്തേക്ക് പോയി. ഈ പിശാചിന് എന്താ അമ്മേ? പോട്ടെ മോളെ, സാരല്ല, കാര്യാക്കണ്ട. അമ്മ എപ്പോഴും ഇതും പറഞ്ഞിരുന്നു, ഒരു വിഷജന്തു അത് എപ്പോഴാ വിഷം ചീറ്റെന്ന് പറയാൻ പറ്റില്ല. അതും പറഞ്ഞ് അരുണിമ അവിടുന്ന് അകത്തേക്ക് പോയി. ജൂഹി ഹൃതികയും തെല്ലു വിഷമത്തോടെ അവരെ നോക്കി.
എന്തോ ജോയിയുടെ മനസ്സരുണിനെ കാണുന്തോറും പിടക്കുന്ന പോലെ. പലപ്പോഴും ശിവയും എല്ലാവരും തമാശയിൽ പറയുമെങ്കിലും അറിയാതെ മനസ്സിലെപ്പോഴും ഒരു ഇഷ്ടം മുട്ടിട്ടിരുന്നു. ഇന്ന് അവരെ പറഞ്ഞിട്ടില്ല. പറയാൻ മാത്രമുണ്ടോയെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. ഇനി തിരിച്ച് അങ്ങനെയൊന്നും ഇല്ലേ ഈ സൗഹൃദത്തിൽ കളങ്കം വീണ പോലെ ആവില്ലേ? അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു കണ്ണിലൂടെ അവനെ നോക്കിയിട്ടില്ല. എന്നാലും എന്തോ ഒരു പേരറിയാത്ത നോവ്. ഡാ എന്നാ ഇനി ഞങ്ങൾ ഇറങ്ങുക. നീ നാളെ ഓഫീസിൽ വരില്ലേ? ആ എന്നാ ശരിടാ, നാളെ നമുക്ക് ഓഫീസിൽ കാണാം. ഋതികയും ജൂഹി എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അരുൺ അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതും നീ ഒന്ന് നിൽക്ക്. ഭാർഗവിയുടെ ശബ്ദം കേടാൻ തിരിഞ്ഞു നോക്കി. എന്തിനാ ഏതാ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഭാര്യയെ തല്ലി അഭിമാനം കാണിക്കുന്ന നല്ലതാണെന്ന് എന്നു മുതലാ എന്റെ മോൻ പഠിച്ചത്. അമ്മ ഞാൻ വേണ്ട, അവളുടെ മുഖത്ത് നിന്റെ വിരൽപ്പാടുകൾ നന്നായിട്ട് കാണാം. എന്നിട്ട് അവളുടെ വീട്ടുകാരൊന്നും പറയാത്തതേ അവളുടെ ഭാഗത്തുനിന്ന് അത്രയും വലിയ തെറ്റ് വന്നോണ്ടാ. ഇനി എന്റെ മോൻ ഇങ്ങനെ ചെയ്ത ആണത്തം കാണിക്കരുത്. അമ്മ ഞാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, അങ്ങനെ ഭാര്യ തല്ലി ആണത്തം കാണിക്കുന്ന ഒരുത്തനാവും ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ അവൾക്ക് അത് കൊടുത്തത് എന്തുകൊണ്ടും നല്ല തന്നെയാ. അഹങ്കാരം പിടിച്ച ആ സ്ത്രീയുടെ വാക്കുകൾക്ക് പിറകെ അവൾ പോവാതിരിക്കാൻ വേണ്ടിയാ. അല്ലാതെ എന്തായാലും എന്തിന്റെ പേരിലാണേലും ഇനി ഇങ്ങനൊരു കാര്യം ഞാൻ കാണാൻ ഇടയാവരുത്. ഏതായാലും വൈകിട്ട് അവളെയും കൊണ്ട് ടൗണിൽ പോയി എന്താ വാങ്ങിക്കാനുള്ളതെന്ന് വെച്ചാൽ രണ്ടാളും പോയി വാങ്ങിക്ക്. ആൾക്ക് പകരം വേറെ ആരായാലും അതൊക്കെ വാങ്ങേണ്ടതല്ലേ? ശരിയമ്മേ, ഞാൻ അവളെയും കൊണ്ട് പോയി വാങ്ങിച്ചോളാം. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. നിധിയുടെ മടിയിൽ തലയാഴ്ച കിടക്കുകയാണ് അശോക്. അശോക് ഇന്നിനി ഓഫീസിൽ പോകുന്നില്ലേ? പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അശോക് മിഴികൾ തുറന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നും എന്നെ കാണാൻ കിട്ടുന്നില്ലെന്ന് പരാതി പറയുന്നവളാ. ഇപ്പൊ എന്നെ പറഞ്ഞു വിടാനിട്ടാണോ? അതല്ല അശോക്, എന്നും തിരക്കാണെന്ന് പറഞ്ഞ് പോകുന്നല്ലേ, അതാ ഞാൻ ചോദിച്ചത്. ഇന്ന് 3 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. 2:30 ഇവിടുന്ന് ഞാൻ ഇറങ്ങും. അതുവരെ എനിക്ക് എന്റെ ഭാര്യയുടെ കൂടി ഇരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഉണ്ടോ ഭാര്യയെ? നിധി അവൻ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവന്റെ ആദരങ്ങൾക്ക് മീതെ തന്റെ ചുണ്ടുകൾ ചേർത്തു. സമയം പോകുന്തോറും നിധിയുടെ ഉള്ളിലെ പിടപ്പും കൂടിക്കൊണ്ടിരുന്നു. അല്പനേരം കൂടെ അവൾക്കൊപ്പം ഇരുന്നു. ഓഫീസിൽ നിന്ന് കോൾ വന്നു. പെട്ടെന്ന് പോണെന്ന് പറഞ്ഞ് അശോക് പോവാനിറങ്ങി. അശോക്, നിധി ഞാൻ പോയിട്ട് വരാം, താൻ കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തു, തനിക്ക് നല്ല ക്ഷീണമുണ്ട് പറഞ്ഞുകൊണ്ട് അവളെ തന്നെ നെഞ്ചോട് അടക്കി പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. അശോക് പോവാനായി ഇറങ്ങിയതും എന്തോർത്ത് ഡോറിൽ ചാരി തന്നെ നോക്കുന്നവളിലേക്കൊന്ന് ഓട്ടമിട്ടു. തിരിഞ്ഞവളുടെ അടുത്തേക്ക് തന്നെ നടന്നു. ഒരു കൈ അവളുടെ കവിളിൽ പതിയെ തലോടി. ഏയ് വാട്ട് ഹാപ്പൻഡ്? ഡു യു വാണ്ട് ടെൽ മീ ടു സംതിങ്? ഇസ് ദർ എനി പ്രോബ്ലം? അവന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തന്റെ തൊണ്ടയിടറും പോലെ തോന്നി അവൾക്ക്. ഒന്നുമില്ല അശോക്, എനിക്കെന്തോ നല്ല ക്ഷീണം, അതാ, അല്ലാതെ. ടേക്ക് റെസ്റ്റ്. ഒരു പ്രത്യേക ഈണത്തിൽ അവളുടെ മിഴികളിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അശോക് പുറത്തേക്ക് പോയി. അശോക് പോയതും നിധി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി, ആ ഫോട്ടോ എവിടെ? ഇങ്ങ് താ മുത്തശ്ശി. നീ ഇതെങ്ങോട്ടാ മോളെ? അത് എടുത്തുകൊണ്ട് പോകുന്നേ, ഞാനും കൂടെ വരാം. ഒറ്റയ്ക്ക് നിന്നെ ഞാൻ വിടില്ല. മുത്തശ്ശി അതിങ്ങ് താ. മുത്തശ്ശി തരുന്നില്ലെന്ന് കണ്ടതും നിധി ചുറ്റും കണ്ണോടിച്ചു. മേശപ്പുറത്ത് കാണുന്ന ഫോട്ടോയിലേക്ക് അവളുടെ മിഴികൾ ചെന്നു. മറ്റൊന്നും നോക്കാതെ അതെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. നിധി, നിന്നോടാ ഞാൻ പറഞ്ഞേ, നീ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോകണ്ട, നിക്ക്, ഞാനും കൂടെ വരാം. വേണ്ട മുത്തശ്ശി, ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം, എനിക്കറിയണല്ല. മോളെ, മുത്തശ്ശി പ്ലീസ്, ഞാൻ വേഗം തിരികെ വരും, പ്ലീസ് മുത്തശ്ശി. മുത്തശ്ശിയുടെ കൈകൾ പിടിച്ച് അലിവോടെ പറയുന്നവളെ എന്ത് ചെയ്യണമെന്നറിയാതെ വേദനയോടെ നോക്കി അരുന്ധതി. മുത്തശ്ശിയൊന്ന് നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. താൻ പറഞ്ഞാലൊന്നും ഇപ്പോൾ അവളുടെ കാതുകളിൽ കേൾക്കില്ലെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഒരു നെഞ്ചിരിപ്പോടെ അവൾ പോകുന്നത് നോക്കി നിന്നു അരുന്ധതി. എല്ലാവരും അരുണിന്റെ വീട്ടിലേക്ക് പോയതുകൊണ്ട് തന്നെ വേറെ വാഹനം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗേറ്റ് കടന്ന് നിധി വേഗം മുന്നോട്ട് നടന്നു. അല്പദൂരമേ ഉള്ളൂവെങ്കിലും ഈ അവസ്ഥയിൽ അല്പം നടന്നപ്പോഴേക്ക് അവൾ ഒരുപാട് കിതക്കുന്നുണ്ടായിരുന്നു. കാലിൽ അല്പം നീര് നേരത്തെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും നടന്നപ്പോഴേക്കും വല്ലാത്ത വേദന തോന്നി. എങ്കിലും മനസ്സിലെ സംശയങ്ങൾക്ക് മുമ്പിൽ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു. നീലുവിന്റെ വീടിന് മുറ്റത്തെത്തിയതും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പൂമുഖത്തേക്ക് കയറിയിരുന്നു. അല്പനേരം കിതപ്പകറ്റി ബെല്ലടിച്ചു. 2-3 തവണ ബെല്ലടിച്ചിട്ട് ആരെയും കാണുന്നില്ല. നീലു, നീലു, നളിയമ്മേ, നളിയമ്മേ. നിധി അടഞ്ഞിടക്കുന്ന ഡോറിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ആരെയും കാണുന്നില്ല. പതിയെണീറ്റ് വീണ് ചുറ്റും നടന്നു. അടുക്കള വശത്തേക്ക് എത്തിയതും അവിടെയും ഡോർ അടഞ്ഞിടക്കുന്ന കാണെ ഒരു നിരാശയോടെ പിന്തിരിഞ്ഞു. നടന്നെത്തിയതിന്റെ ക്ഷീണം കൊണ്ടോ എന്തോ വല്ലാത്ത തളർച്ച തോന്നി. മുറ്റത്ത് കാണുന്ന പൈപ്പ് തുറന്ന് മുഖമൊന്ന് കഴുകി അല്പം വെള്ളം കുടിച്ചു. ചുരിദാറിന്റെ ഷോള് കൊണ്ട് മുഖമൊന്ന് തുടച്ച് തിരികെ പോകാൻ ഒരുങ്ങിയതും കുറച്ചകലെയായുള്ള ചായപ്പിൽ നിന്നെന്തോ ശബ്ദം കേട്ട് ഒരു നിമിഷം അവളുടെ കാലുകൾ നിശ്ചലമായി. തിരിഞ്ഞവിടേക്ക് മിഴികൾ ഉറ്റുനോക്കി. ഒരു നിമിഷം അന്ന് അശോക് പറഞ്ഞ ഓരോന്നും ഓർത്ത് അവൾ. ചായപ്പിൽ നിന്നിറങ്ങി വന്ന ഭാസ്കരച്ചനും ആടിനെ വാങ്ങിയ കാര്യവും അതിന് പരിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞു എല്ലാം ഒന്ന് ഓർത്തെടുത്തു. ഒരു പിടപ്പോടെ ഒന്ന് ചുറ്റും നോക്കിക്കൊണ്ട് അതിനടുത്തേക്ക് നടന്നു. ഹൃദയം വല്ലാതെ തുടികൊട്ടും പോലെ.
ഡോറിനടുത്തായി വന്നു നിന്നും അകത്തുനിന്ന് കേൾക്കുന്ന എന്തോ ഒരു ശബ്ദത്തിൽ ഒന്നും മനസ്സിലാവാതെ മിഴികൾ കുറുക്കി പതിയെ കാതോർത്തു. എന്തോ ശബ്ദം വ്യക്തമാവുന്നില്ല. കൂടെ വേറെ ആരോ സംസാരിക്കുന്ന പോലെ. അതും അത്രമേൽ പതിഞ്ഞ് ഒന്നും തന്നെ വ്യക്തമായി കേൾക്കാൻ പറ്റുന്നില്ല. നിധി തന്റെ കയ്യിലെ ഫോട്ടോയിലേക്ക് ഒരു നിമിഷം നോക്കി. ശേഷം പതിയെ ആ ചായപ്പിന്റെ ഡോർ അകത്തേക്ക് തള്ളി നോക്കി. പറ്റുന്നില്ല. ഒന്നുകൂടെ ആഞ്ഞ ഹാൻഡിൽ പിടിച്ച് അകത്തേക്ക് തള്ളിയ ഡോർ തുറന്നു. മനസ്സിൽ വലിയൊരു പെരുമ്പറ കൊട്ടും പോലെ അവളുടെ ഹൃദയം വല്ലാതെ തുടിക്കാൻ തുടങ്ങി. തന്റെ വയറിലൊരു താങ്ങ് പോലെ കൈവച്ച് പതിയെ അകത്തേക്ക് കയറി. അല്പം പൊടിയും അങ്ങിങ്ങായി കുറച്ച് പഴകിയ സാധനങ്ങളെല്ലാം കിടക്കുന്ന കണ്ട് ചുരിദാറിന്റെ ഷോൾ കൊണ്ട് മൂക്ക് പൊതിഞ്ഞു പിടിച്ച് പതിയെ മുന്നോട്ട് നടന്നു. വീണ്ടും പതിഞ്ഞ സ്വരം കാതിൽ പതിഞ്ഞതും തൊട്ടുമുന്നിൽ കാണുന്ന കർട്ടന്റെ അടുത്തേക്ക് ചെന്നു. പതിയെ ഒരു പിടപ്പോടെ കർട്ടൻ വകഞ്ഞു മാറ്റിയതും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഭാസ്കരച്ചനും നളിനിയമ്മയും അവർക്കടുത്തൊരു കട്ടിലിന്റെ അറ്റത്ത് ചാഞ്ഞിരുന്ന് കരയുന്ന നീലുവിനെയും കാണേ നീതി അവളെ തന്നെ ഒരു നിമിഷം ഉറ്റുനോക്കി. പെട്ടെന്നാണ് അവളുടെ മിഴികൾ നീലിരിക്കുന്ന കട്ടിൽ കിടക്കുന്ന രൂപത്തിലേക്ക് നീണ്ടത്. ആരെന്ന സംശയത്തോടെ നീതി അല്പം കൂടെ മുന്നോട്ട് നീങ്ങി. അല്പനേരം ആ രൂപത്തിലേക്ക് തന്നെ നോക്കി നിന്നവൾ നീലു അവന്റെ മുഖം പൊതിഞ്ഞു പിടിച്ച് കരയുന്നുണ്ട്. ഒന്നുകൂടെ നീതി അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഒന്ന് ചലിക്കാൻ പോലും മറന്ന് അല്പനേരം ഒരു പ്രതിമ കണക്കെ നിന്നവൾ കണ്ണുകളിൽ ഇരുട്ട് കയറും പോലെ അറിയാതെ പുറകിലേക്കൊന്ന് വേയിച്ചുപോയി. ചുമരിൽ പിടിമുറുക്കിയതും തൊട്ടടുത്ത പഴയൊരു ഫ്ലവർ വേസ് നിലത്തേക്ക് വീണു. ഞെട്ടലോടെ 3 പേരും ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു നോക്കിയതും തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന നിധിയെ കണ്ട് നീലിമയുടെ മിഴികൾ പുറത്തേക്ക് തുറിച്ചു. ഒരു നിമിഷം അവൾക്ക് തന്റെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു പോകുന്ന പോലെ തോന്നി. നിധി? ഭാസ്കറിന്റെയും നളിനിയുടെ അവസ്ഥ മറിച്ചായിരുന്നില്ല. ഓളെ നിധി. എന്നാൽ നിധിയുടെ മിഴികൾ അപ്പോഴും ആ ബെഡിൽ കിടക്കുന്നവനിലേക്കായിരുന്നു. മറ്റൊന്നും തന്നെ അവളുടെ കാതിൽ പതിക്കുന്നുണ്ടായിരുന്നില്ല. അല്പനേരത്തിന് ശേഷം ആ ബെഡിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൾ മൊഴിഞ്ഞു. സരസ്. പൊടുന്നതിനെ തന്റെ കാലിലേക്ക് എന്തോ വീഴുന്ന പോലെ തോന്നിയതും സ്വഭാവത്തിലേക്ക് വന്ന നിധി മിഴികൾ താഴേക്ക് പതിപ്പിച്ചവൻ കണ്ടു. തന്റെ കാലിൽ വീണ് പൊട്ടിക്കരയുന്നവളെ തന്നെ നോക്കി അരുത് എന്ന അർത്ഥത്തിൽ തലതിരിച്ച് പൊട്ടിക്കരയുന്നവളെ കാണാൻ നിധിയുടെ കയ്യിൽ നിന്നും കയ്യിൽ കരുതിയ ഫോട്ടോ നിലത്തേക്ക് ഊർന്നു വീണു. നിലത്ത് വീണ ഫോട്ടോയിൽ സരസിന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവന് നോക്കി പുഞ്ചിരിക്കുന്ന തന്റെ ഫോട്ടോ കാണാൻ ഒരു പ്രതിമ കണക്കി അതിലേക്ക് നോക്കി നിന്നു നീലു. പതിയെ അതെടുത്ത് അല്പനേരം അതിലേക്ക് നോക്കി നിന്നു. പഴയ ഓർമ്മകളിൽ അവളുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി മൊട്ടിട്ടു. പെട്ടെന്ന് തന്നെ ആ പുഞ്ചിരി മാഞ്ഞ് ഒരു പൊട്ടിക്കരച്ചിലുള്ള സ്ഥാനം പിടിച്ചു. ഏറെ നേരം അവൾ വാവിട്ട് കരഞ്ഞു. നിധിയൊന്നും മിണ്ടിയില്ല. അവളുടെ കരച്ചിൽ ചീലുകൾക്കിടയിൽ ഏറെ നേരം ആ മുറിക്കുള്ളിൽ തീർത്തും മൗനമായിരുന്ന എല്ലാവരിലും. ഒരു തളർച്ചയോടെ ഒരു ഭാഗത്ത് നളിനിയും ഭാസ്കരൻ നിലത്ത് ഊർന്നിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് നിധി അവളുടെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് ഏങ്ങലടിക്കുന്ന നീലും. ഏറെ നേരം അതേ ഇരിപ്പ് തുടർന്ന് ശേഷം പതിയെണീറ്റ് സരസി കിടക്കുന്ന ബെഡിനടുത്തേക്ക് ചെന്നു അവന്റെ മുഖത്തേക്ക് നോക്കി. അവനാണെന്ന് തിരിച്ചറിയാൻ വലിയ പാടാണ്. അത്രമേൽ ആഴ്ന്ന് നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ. മുഖത്തെല്ലാം സ്റ്റിച്ച് അടയാളങ്ങളും മുറിവും പാടുകളുമെല്ലാം. നീലു ഓടി വന്ന അവൾക്കരികിലിരുന്ന് അവളുടെ ഇരുകൈകളും പൊതിഞ്ഞു പിടിച്ചു. നിധി, പ്ലീസ് നിധി, ആരോടും പറയരുത്. ഇവൻ എന്റെ മാത്ര എന്റെയാ നിധി. കണ്ടോ ഇവന്റെ ഈ ശ്വാസം, അതിപ്പോ നിൽക്കുന്ന പോലെ എനിക്ക് വേണ്ടിയാ. ഇവനില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല നിധി. നിധി അവളെ നോക്കി. വേദനയും പരിഭവം ഒരുപോലെ നിറഞ്ഞു നിന്ന് അവളിൽ. തന്നെ മിഴികൾ അമർത്തി തുടച്ച് നീലുവിന്റെ കൈകൾ തട്ടിമാറ്റി നീതി പിന്തിരിഞ്ഞ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും നീലു പുറകെ ഓടിച്ചെന്ന് ഡോറിന് മുമ്പിൽ തടസ്സം നിന്നു. വേണ്ട നീലു, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. അശോകിനെയും സരസിനെയും കുറിച്ച് എല്ലാം ഞാൻ പറയുമ്പോൾ എപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ? നീ ഇപ്പൊ പറഞ്ഞില്ലേ നിന്റെ പ്രാണനാണെന്ന്. അതുപോലെ പ്രാണൻ തന്നെയാ ആ വീട്ടിലുള്ളവർക്ക് അവൻ. ഇന്നും സരസിനോർത്ത് അവരിൽ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയോ നിനക്ക്? എന്തിനു പറയുന്നു എന്റെ അശോക്? സരസിന്റെ വേർപാട് അവൻ എത്രമാത്രം തളർത്തിയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? അവർക്കിടയിൽ നിന്നെല്ലാം അവനെ മാറ്റി നിർത്തി നീ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിങ്ങൾക്ക് ഒരുമിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെയല്ല നീ ചെയ്യേണ്ടത്. ആരൊക്കെ എതിർത്താൽ എന്റെ അശോക് നിങ്ങളെ ഒരുമിപ്പിക്കായിരുന്നു. പക്ഷേ നീ ഇല്ല, ആർക്കും കഴിയില്ല നിധി. നിധി പറഞ്ഞു മുഴുമിക്കും മുമ്പേ നീല അവൾക്ക് നേരെ ശബ്ദമുയർത്തി. ഒരു നിമിഷം അവളുടെ ഭാവം കണ്ട് അവളിലെ മാറി മറയുന്ന ഭാവങ്ങൾ ഓരോന്ന് ഉറ്റുനോക്കി അവൾ. എല്ലാവരെയും കബളിപ്പിച്ച് ഞാനിങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നിന്റെ അശോകിനെന്നല്ല ആർക്കും ഞങ്ങൾ ഒരുമിപ്പിക്കാൻ കഴിയില്ല. വല്ലാത്തൊരു ശൗര്യത്തോടെ പറഞ്ഞുകൊണ്ട് നിധിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈകൾ തന്റെ കൈയാൽ പൊതിഞ്ഞു പിടിച്ചു. നിധി, ആർക്കും കഴിയില്ല നിധി. കാരണം അറിയൂ നിനക്ക്, അവനെ കൊല്ലു നിധി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീലു നിധിയുടെ തോളിലേക്ക് ചാഞ്ഞു. നീലു. കാതുകളിൽ കേൾക്കുന്ന വിശ്വസിക്കാൻ കഴിയാതെ നിധി അവളെ പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. അവളിലെ ഏങ്ങലടികൾ കേൾക്കെ അറിയാതെ തന്നെ നിധിയുടെ കൈകൾ അവളെ ചേർത്തു പിടിച്ച് പതിയെ തലോടി. മോളെ നിധി. അടുത്തേക്ക് വന്ന് വിളിക്കുന്ന ഭാസ്കരച്ചന്റെ ശബ്ദം കേൾക്കെ പതിയെ അയാളിലേക്ക് മിഴികൾ പായിച്ചു നിധി. മോള് കരുതും പോലെ ഞങ്ങളുടെ മോളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞങ്ങൾ അവൾക്കൊപ്പം നിന്ന് നിങ്ങളിൽ നിന്ന് എല്ലാവരും മാറ്റി നിർത്തിയതല്ല. പിന്നെ മോളോടൊന്നും പറയാതെ ഒറ്റ കാരണേ ഉള്ളൂ, അശോക്.
അവനോട് ഈ കാര്യം മറച്ചു വെക്കാൻ കഴിയുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ? ആരോട് പറഞ്ഞില്ലെങ്കിൽ അശോകിനോട് മോൾക്ക് കൂടുതൽ ദിവസം മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് ഇവൾക്ക് ഉറപ്പ് തോന്നിക്കൊണ്ടാ ഈ കാര്യം മോളോട് പറയാതിരുന്നത്. അല്ലാതെ മോളോട് ഞങ്ങൾക്ക് സ്നേഹമില്ലാത്തോണ്ടല്ല. നിധി നീലുവിന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ നോട്ടത്തിൽ ഇപ്പോഴും ഒരുപാട് സംശയങ്ങളുടെ വേലിക്കെട്ടുകൾ പിടിമുറുക്കുന്നുണ്ടെന്ന് മനസ്സിലായി നീലുവിന്. ഇനിയൊന്നും മറച്ചു വെക്കാനില്ലാത്ത പോലെ നീലോടെ കൈപിടിച്ച് സരസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ചലനമില്ലാതെ കിടക്കുന്നവന്റെ അടുത്തായി നിലത്തേക്ക് ഊർന്നിരുന്ന് അവന്റെ കൈകളിൽ തന്റെ കൈകൾ കോർത്ത് പിടിച്ചു. അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വേദനയിൽ കലർന്നൊരു പുഞ്ചിരിയോടെ അവളുടെ ഓർമ്മകൾ പുറകിലേക്ക് പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.